my channel. So today I'm going to do a question and answer session. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ എം സോ ഹാപ്പി ഐ ഗോട്ട് റിയലി നൈസ് ക്വസ്റ്റ്യൻസ്. ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ്. പിന്നെ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് എനിക്ക് നിങ്ങൾ കുറേ സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഞാൻ എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് ഞാൻ 20 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. So I hope you all enjoyed the video. If you are new to the channel, please don't forget to like, share and subscribe. Subscribe ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഓണാക്കണം കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ പറയാണ്ട് get into the video. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കുറച്ച് ടൈം ലൈഫിൽ കുറച്ച് ടൈമെങ്കിലും എനിക്ക് വേണ്ടി തന്നതിന് താങ്ക് യു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയ വാട്ട് മോട്ടിവേറ്റ്സ് യു ടു ഡു വീഡിയോസ് ആൻഡ് ടെൽ അബൌട്ട് യുവർ പാഷൻ. ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇൻഫാക്ട് ഭയങ്കര ഡെപ്ത് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മോട്ടിവേഷൻ എന്ന് പറയുമ്പം ഞാൻ എന്നെ തന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് പ്ലേ എ മേജർ റോൾ ഇൻ ഇറ്റ്. ഞാനിപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് എൻ്റെ ഉള്ളിൽ തോന്നുമ്പോൾ ഒട്ടും മോട്ടിവേറ്റഡ് അല്ലാത്ത ഒരു ദിവസം ഞാൻ എണീറ്റപ്പോൾ റാൻഡമായിട്ട് എനിക്ക് കുറച്ച് മെസ്സേജ് വന്നു. ലൈക്ക് എന്നെ അറിയില്ലാത്ത ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്നെ അറിയുന്ന ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദേ ടോൾഡ് മീ ഐ ക്യാൻ ഡു ഇറ്റ്. ഐ ഡോണ്ട് നോ ഹൂ, ലൈക്ക് ആര് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ മനസ്സിലുണ്ട് എന്ന് എങ്ങനെ അവർ അറിഞ്ഞു എന്നൊന്നും അറിയില്ല. പക്ഷേ ഐ ഗോട്ട് ഫ്യൂ മെസ്സേജസ് വിച്ച് റിയലി മെയ്ഡ് മീ തിങ്ക് ലൈക്ക് അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ വൈ നോട്ട് ഷോ ദ വേൾഡ്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. മൈ മോട്ടിവേഷൻ ഇസ് ദ പീപ്പിൾ ഇൻ മൈ ലൈഫ്. പിന്നെ പാഷൻ എന്ന് പറയുമ്പം ഐ ഹവ് ഓൾവേസ് വാണ്ടഡ് ടു ബി എ ക്രിയേറ്റീവ് പേഴ്സൺ. ഞാൻ കുഞ്ഞിലെ തൊട്ടേ ഒരു ബാക്ക് സ്റ്റോറി പറയുകയാണെങ്കിൽ കുഞ്ഞിലെ തൊട്ടേ എൻ്റെ ആൻറ്റിമാരൊക്കെ പറയാറുണ്ട് ഞാൻ എത്ര അവർ മുടി കെട്ടി തന്നാലും എനിക്കിഷ്ടാവില്ല. എനിക്ക് എൻ്റേതായ ഒരു സ്റ്റൈലുണ്ട്. അപ്പം കുഞ്ഞിലൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ മുടി ഇവിടെ നമ്മളിങ്ങനെ കോക്കനട്ട് ടീ പോലെ കെട്ടിയൊക്കെ എത്ര കെട്ടി തന്നാലും എനിക്കിഷ്ടാവില്ല. ഞാനത് ഊരിയിട്ട് പിന്നെ കെട്ടും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ആ ഒരു കുഞ്ഞിലെ തൊട്ട് അതൊരു ഇതിലുണ്ട്. എൻ്റെ ബാക്ക് ഓഫ് ദ ഹെഡിൻ്റെ മനസ്സിലുണ്ട് നന്നായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്ത് നടക്കണം, നന്നായിട്ട് മുടി കെട്ടണം. പിന്നെ ഞാൻ വലുതായി വന്നപ്പോഴും ആ ആഗ്രഹവും വലുതായി വന്നു. ആൻഡ് മൈ പാഷൻ ഇസ് ഡെഫിനറ്റ്ലി ക്രിയേറ്റിവിറ്റി. അപ്പം ക്രിയേറ്റിവിറ്റി എൻ്റെ എന്നും ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ? ഇത് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരാൾ ചോദിച്ചത് യൂട്യൂബർ ആൻഡ് ദി അതർ ക്വസ്റ്റ്യൻ വാസ് ഫേവറേറ്റ് ഇൻഫ്ലുവൻസേഴ്സ്. യൂട്യൂബർ എന്ന് പറയുമ്പോൾ ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുവരുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഐ വാച്ച് ലൈക്ക് ഞാൻ എൻ്റെ ഫീൽഡിൽ വരുമ്പോൾ ഇങ്ങനെ എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ കണ്ട് ലൈക്ക് ആക്കാറുള്ള ഒരാളാണ്. അല്ലാണ്ട് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല. പക്ഷെ കറൻ്റ്ലി ഞാൻ കാണുന്ന ഒരാളാണ് ആൻസി ട്വിങ്കിൾ. ഷീസ് ഫ്രം UAE. അതുമാത്രമല്ല ഭയങ്കര ഹ്യൂമർ ലൈക്ക് നല്ലൊരു ഹ്യൂമർ സെൻസ് ഉള്ളൊരു പേഴ്സണാണ്. ഐ റിയലി ലൈക്ക് ഹർ വീഡിയോസ്. പിന്നെ ഞാൻ കുറച്ച് ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാറുണ്ട്. ഏസ് ഫാമിലിനെ കാണാറുണ്ട്. പിന്നെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ റോഷൻസ് വ്ലോഗ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഒരു 2 ചെക്കന്മാരും ഒരു സേബ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫ് കാണിക്കുന്ന കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് അങ്ങനെ കാണുന്ന ഒരാളാണ്. അപ്പം ആക്ച്വലി ഫേവറേറ്റ്സ് എന്ന് പറയാൻ ആരുമില്ല. പക്ഷെ ഞാൻ കണ്ടുവരുന്ന കുറച്ച് ആൾക്കാരാണ് ഇതൊക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി വുഡ് യു ലൈക്ക് ടു വിസിറ്റ് ഇൻ ദ ഫ്യൂച്ചർ? അപ്പോൾ എൻ്റെ ഭാഗ്യവശാൽ എനിക്ക് കുറച്ച് കൺട്രീസൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇഫ് ഐ ഗോട്ട് എ ചാൻസ് ടു വിസിറ്റ് ഇറ്റ് ബി സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സ്വിറ്റ്സർലൻഡിലൊന്ന് പോകണം. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മോൾഡീവ്സിലൊന്ന് പോകണമെന്നുണ്ട്. ലൈക്ക് സ്വിറ്റ്സർലൻഡ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. മോൾഡീവ്സിലൊന്ന് പോകണമെന്നുണ്ട്. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കംപ്ലീറ്റ് ബീച്ച് ഏരിയ അങ്ങനത്തെ ഒരു ഇതിൽ പോയിട്ടില്ല. സോ യാ, ഭയങ്കര ഒരു ആഗ്രഹമാണ് അവിടെ പോകണം. Now, fourth question. ഇത് കുറച്ച് പേര് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് പറയാണ്. Are you in Dubai? Are you born and brought up in Dubai? I am in UAE. ദുബായിലല്ല, അബുദാബിയിലാണ്. UAEയുടെ ക്യാപിറ്റലാണ് അബുദാബി. കുറേ പേർക്ക് UAE എന്ന് പറയുമ്പോൾ ദുബായ് എന്ന് മാത്രമേ പറയാറുള്ളൂ. സോ യാ, I am in അബുദാബി. പിന്നെ born and brought up in അബുദാബി അല്ല. ഞാൻ 18 years എൻ്റെ എല്ലാ സ്കൂളിങ്ങും നാട്ടിലാണ് ചെയ്തത്. കൊച്ചിയിലായിരുന്നു, കേരള ഇൻ ഇന്ത്യ. കൊച്ചിയിലാണ് ചെയ്തത്. പിന്നെ കോളേജിന് വേണ്ടിയിട്ട് മാത്രമാണ് UAEയിലേക്ക് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മൈ ഫാമിലി ഈസ് ഹിയർ. Now, fifth question. Most memorable moment in your school life
ഇതും റെപ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ടു മെനി മെമ്മറീസ്, യു കാണ്ട് ഈവൻ ടെൽ വൺ. ലൈക്ക് ഒരു ഫേവറേറ്റ്സ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇത് എൻ്റെ ഒരു ഭയങ്കര പ്രൗഡ് ഇതാട്ടോ മെമ്മറിയാണ് എൻ്റെ. എന്താണെന്ന് വെച്ചാൽ 6th സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കും. ഞാൻ 5th കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചധികം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, 3 സ്കൂളിൽ മാറി മാറി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 5th കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂൾ മാറി. 6th ഞാൻ പുതിയൊരു സ്കൂളിൽ വന്നത്, സേക്രഡ് ഹാർട്ട് CMI പബ്ലിക് സ്കൂൾ. അപ്പം അവിടെയുള്ള കുറച്ച് പേരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ 6th ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പം ആനുവൽ ഡേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു ഡ്രാമ ഒരു സംഭവമാണ്. അപ്പം അതിൽ രാമായണമായിരുന്നു. ഫുൾ തീം എന്ന് പറയുന്നത് രാമായണമാണ്. ഓക്കെ, അപ്പോൾ രാമായണത്തിൽ മെയിൻ ഒരു 3-4 മെയിൻ ലീഡ് ഉണ്ടാവുമല്ലോ, അതിലൊരാളായിട്ട് എന്നെ സെലക്ട് ചെയ്തതും അതും ലക്ഷ്മണനായിട്ടാട്ടോ ഞാൻ ചെയ്തത്. എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ അത് ഇടുന്നതാണ്. കോമഡി സംഭവമാണ്. അന്ന് എനിക്ക് ഇത്രയും മുടിയുള്ളൂ. അത് ആൺകുട്ടിയുടെ റോളാട്ടോ, ലക്ഷ്മണൻ്റെ റോളാണ് ചെയ്തത്. ഇത്രയും മുടിയുള്ളൂ, അതും നല്ല ചുരുണ്ട മുടി. അപ്പം ഒരു പഴയകാല എന്താ പറയുക, ഈ രാജാക്കന്മാരുടെയൊക്കെ മുടിയില്ലേ, അതുപോലത്തെ. അപ്പം എന്നെ ഡാൻസ് മാമും മ്യൂസിക് സാറും കൂടിയാണ് പെട്ടെന്ന് ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ അവർ മിഷനിൽ കൂടെ വന്നേ സ്റ്റേജിൽ കയറിയെന്ന് പറഞ്ഞത്. അപ്പം എനിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താ സംഭവിക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് അവിടെ നടന്നപ്പോൾ എന്നെ വിളിച്ചാണ്, അല്ലാണ്ട് ഒട്ടും ഇങ്ങനെ ഓഡിഷൻ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ, വെറുതെ വിളിച്ചാണ്. എനിക്കാണെങ്കിൽ ഞാൻ അഭിനയിക്കാനേ അറിയില്ല. ഞാൻ ആക്ച്വലി ചെയ്യുന്നതായിട്ട് അവരെന്നെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി എന്താ കാണിക്കുന്നത്. അന്ന് 6th പഠിക്കുന്നത്. അപ്പം ജസ്റ്റ് അവർ പറഞ്ഞു, അതുപോലെ ചെയ്തു. പക്ഷേ ഇറ്റ് വാസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ്. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ്. എൻ്റെ ഫാമിലിയും ഇതും ഐ വാസ് സോ പ്രൗഡ്. ഭയങ്കര ഒരു എക്സൈറ്റഡ് ഇതായിരുന്നു. ഒരു പ്ലേ ആയിരുന്നു. ഞാൻ ഇതുവരെ അങ്ങനത്തെ പ്ലേയിലൊന്നും പിന്നീട് അഭിനയിച്ചിട്ടില്ല, ആ ഒരെണ്ണേ ഉള്ളൂ. സോ ഐ വാസ് ദി ലക്ഷ്മണൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മെമ്മറീസ് പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനായിട്ടുള്ള ഓൾമോസ്റ്റ് എവറി മെമ്മറി ഇസ് സോ പ്രഷ്യസ്. എനിക്കിപ്പോഴും ഒരു കാര്യം പറഞ്ഞാൽ അതെനിക്ക് ഫുൾ ഓർമ്മയുണ്ടാവും. സോ പിന്നെ 6th ക്വസ്റ്റ്യൻ, കൊറോണ എന്ത് പോവും? കൊറോണയോട് തന്നെ ചോദിക്കേണ്ടി വരും. കൊറോണ ഒന്ന് പോയാൽ മതിയായിരുന്നു. 7th ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ ജോബ്? ഇതും റെപ്പറ്റീഷൻ വന്നിട്ടുണ്ട്. ജോബാണോ, എന്താ ചെയ്യുന്നത്, വാട്ട് എം ഐ ഡൂയിങ്? സോ ഐ എം എ സ്റ്റുഡൻറ്റ്, ഐ എം എൻ ആർക്കിടെക്ചർ സ്റ്റുഡൻറ്റ്, 4th ഇയർ ആണ്. അപ്പോൾ ജോലി ആയിട്ടില്ല, അടുത്ത വർഷം ഹോപ്പ്ഫുള്ളി ഐ സ്റ്റാർട്ട് മൈ ജോബ്. 7th ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയം, എന്നാലും കുഴപ്പമില്ല. 7th ക്വസ്റ്റ്യൻ, നെയിം എ മാമൽ ദാറ്റ് ലേസ് എഗ്സ്. ഇത് എന്നെ നേരിട്ട് പരിചയമുള്ളവർ അല്ലെ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിന് ഇത് പെട്ടെന്ന് ക്ലിക്കാവും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഞാൻ 9th പഠിക്കുമ്പോൾ 9th കഴിഞ്ഞ കുട്ടികൾക്ക് എല്ലാവർക്കും ഇതിന് ആൻസർ അറിയാൻ പറ്റും. എഗ് ലേയിങ് മാമൽ ഇപ്പോഴും ഞാൻ മറന്നു, ദൈവമേ. എക്കിഡ്ന ആൻഡ് പ്ലാറ്റിപ്പസ്, ഇതാട്ടോ ആൻസർ. ആൻഡ് ഐ ഹാഡ് നോ ഐഡിയ. എനിക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ ഫൈനൽ എക്സാം അല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 9th വെച്ച് നമുക്ക് പ്രീ എക്സാം ഉണ്ടാവില്ല, എക്സാമിന് മുന്നേ. ആ ടൈമിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഇതിൻ്റെ ആൻസർ ഒന്നും അറിയില്ല. ഞാൻ ബാക്കിയൊക്കെ എഴുതി, പക്ഷേ ഈ ഗ്യാപ്പ് മാത്രം ഫില്ലാക്കാനായിട്ട് ഒന്നും അറിയില്ല ഈ ക്വസ്റ്റ്യൻ്റെ. അപ്പം ഞാൻ ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ ഒരു പൊട്ടബുദ്ധിയിൽ തോന്നിയ ഒരു ഇതാണ്, ഐ റോട്ട് ഹോസ്. കുതിരയില്ലേ, കുതിര. എഗ് ലേയിങ് മാമൽ, ഹോസ് എന്ന് എഴുതി എന്നെ. അയ്യോ, അതെൻ്റെ വളരെ കഷ്ടം പിടിച്ചൊരു മെമ്മറിയാണ്. കാരണം എൻ്റെ മാമിനത് ഭയങ്കര ദേഷ്യം വന്നു. പക്ഷേ സംഭവം പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല ഞാൻ എഴുതിയെന്ന് തോന്നുന്നു. കാരണം പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നിട്ട് ആരാണ് ഇത് എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫയറിംഗ് ആയിരുന്നു. പക്ഷേ ആരാണ് എഴുതിയെന്ന് പറഞ്ഞില്ല. ലൈക്ക് മിഷലാണ് ഇത് എഴുതിയെന്ന് പറഞ്ഞില്ല. പക്ഷേ ഷി വാസ് സോ പിസ്ഡ്. ഐ തോട്ട് ഐ വുഡ് ലൈക്ക് ഷി വുഡ് കോൾ മൈ പേരൻസ് ഓർ സംതിങ്. കാരണം അത്രയും ഒരു ഡംബ് ആൻസർ എഴുതിയത് അവർക്കതൊരു ഇൻസൾട്ട് പോലെ ആയി പോയതുപോലെ ആയി. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഫിൽ ദ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് ഒന്ന് ഫിൽ ചെയ്യാൻ ഞാൻ അറിയാണ്ട് ഇട്ട് പോയതാണ് ആ ഹോസ്റ്റൽ. പക്ഷെ ഇപ്പോഴും അതിൻ്റെ പേരിൽ എനിക്ക് ടോർച്ചറാണ്. 8th ക്വസ്റ്റ്യൻ, ചേച്ചിയിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത 3 മെയിൻ കാര്യം ആൻഡ് നിന്നിൽ നിനക്ക് ഇഷ്ടമുള്ള 3 മെയിൻ കാര്യം. സോ ഐ ഹാവ് ടു ടെൽ 3 ബാഡ് ഹാബിറ്റ്സ് ഓഫ് മൈ സിസ്റ്റർ ആൻഡ് 3 ഗുഡ് ഹാബിറ്റ്സ് ഓഫ് മീ. ഓക്കെ, ഇച്ചിരി കൺഫ്യൂസ്ഡ് ആണ് ഞാൻ, എന്നാലും കുഴപ്പമില്ല. ചേച്ചിയുടെ ഒരു ബാഡ് ഹാബിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ഗുഡ് അറ്റ് സം പോയിന്റ്. അപ്പോൾ ഷീ റിയാക്ട്സ് ഫാസ്റ്റ്. അപ്പോൾ റിഫ്ലെക്സ് കുറച്ച് പെട്ടെന്ന് വരും. എന്താണ്, ഇപ്പം
സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം എനിക്കൊരു ഹേറ്റ് കമൻറ്റോ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ഒരാൾ മോശമായിട്ട് പറയാമെന്ന് വിചാരിച്ചു, ചേച്ചി അപ്പം തന്നെ അതങ്ങ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ലൈക്ക് ഷീ ഡസൻറ്റ് ലൈക്ക് വെൻ സമൺ സേസ് ബാഡ് അബൌട്ട് മീ. അപ്പോൾ ആക്ച്വലി അതെനിക്ക് നല്ലൊരു കാര്യമാണ്. ഷീ ഈസ് ഓൾവേസ് വെരി പ്രൊട്ടക്റ്റീവ്. പക്ഷേ അത് ചില സമയത്ത് പീപ്പിൾ മൈ ടേക്ക് ഇറ്റ് വെരി ഒഫൻസീവ്. ബട്ട് ഐ ടെൻഡ് ടു അവോയ്ഡ് ഇറ്റ്. ഞാൻ അവോയ്ഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഞാനിങ്ങനെ അത് വിട്ടേക്ക്, അത് മൈൻഡാക്കണ്ടെന്ന് പറഞ്ഞ് വിട്ടേക്കായിരിക്കും. പക്ഷെ ചേച്ചി ഓൾറെഡി അതിന് പ്രശ്നമാക്കിട്ടോ. അപ്പോൾ യുനോ സോ ഐ തിങ്ക് കുറച്ചൊക്കെ നമ്മൾ ആലോചിച്ച് ചെയ്യണ്ടേ. പിന്നെന്താണ്, ഓ മൈ ഗോഡ് ഷീസ് എ പെർഫെക്ഷനിസ്റ്റ്. ചേച്ചിക്ക് ലൈക്ക് എന്താ പറയുക, OCD എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് എന്തെങ്കിലും ഒരു വർക്ക്, ഇതും ഒരു എക്സാമ്പിളായിട്ട് പറയാം, എന്തെങ്കിലും ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഷീ ഹാസ് ടു ഫിനിഷ് ഇറ്റ്. അതിപ്പോൾ ഷീ വോണ്ട് ലൈക്ക് യുനോ ബോധർ ചേച്ചിയുടെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ അതൊന്നും നോക്കില്ല. രാത്രി ആയാലും അതൊന്നും ചെയ്യും. ഞാൻ പക്ഷെ അങ്ങനെയല്ല. വർക്ക് ഉണ്ടെങ്കിലും ശരി, വർക്ക് ഇല്ലെങ്കിലും ശരി, എൻ്റെ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. ലൈക്ക് എനിക്ക് എൻ്റെ കുറച്ച് ഹെൽത്തിന് ഞാൻ നോക്കുന്ന ഒരാളാണ്. ചേച്ചി അങ്ങനെയല്ല. 12 മണിയായാലും 1 മണിയായാലും 2 മണിയായാലും ഷീ ബി ലൈക്ക് ഐ ഹാവ് ടു ഫിനിഷ്. എനിക്കത് ചെയ്ത് തീർക്കണം. ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. ചേച്ചിയുടെ അതൊരു ഗുഡ് ഹാബിറ്റാണ്. ബട്ട് ഐ എം സേയിങ് ബിക്കോസ് ഹെൽത്ത് ബിഫോർ എനിത്തിങ്. അതാ തേർഡ് വൺ. ആക്ച്വലി ഇല്ലേ, ഇത് ഞാൻ ഒരുപാട് ആലോചിക്കണം. കാരണം കുഞ്ഞിലേക്കാണെങ്കിൽ ഇപ്പം ഞാനൊരു ലിസ്റ്റ് നിരത്തിയാൽ ഇങ്ങനെ 1 2 3 4 5 എന്ന് പറഞ്ഞ പോയിന്റേഴ്സ് നിരത്തിയാൽ, പക്ഷെ ഇപ്പോൾ റൈറ്റ് നൗ ഷീ ഈസ് മൈ സപ്പോർട്ട് സിസ്റ്റം. ദെയർസ് നത്തിങ് മച്ച് ഐ ക്യാൻ ടെൽ. ലൈക്ക് യുനോ ബാഡായിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ചേച്ചി ഇത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്നോട് ഇത്ര സ്നേഹം, അങ്ങനെയൊന്നുമല്ല. ബട്ട് സ്റ്റിൽ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്, ആർക്ക് ബാഡ് പറഞ്ഞാലും ഷീ ബി ലൈക്ക് യു ആർ നോട്ട് ദാറ്റ്. സോ ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നീ എന്താണെന്ന് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. സോ ഡോണ്ട്, അത് നീ വിശ്വസിക്കരുത് എന്നും പറഞ്ഞിട്ട് ചേച്ചി എന്നെ ഞാൻ അങ്ങനെ ആടുന്നല്ല, അങ്ങനെ ആണെന്ന് ചേച്ചി പറയും. ദാറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. ഐ എം നോട്ട് സേയിങ് ഇറ്റ്സ് എ ബാഡ് തിങ്. ഓക്കെ, അപ്പോൾ 2 ബാഡേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ അടിയൊക്കെ ഉണ്ടാക്കൂട്ടോ. അടി ഉണ്ടാക്കാത്ത ഐഡിയൽ സിസ്റ്റേഴ്സ് ഒന്നുമല്ല. ഇപ്പം നമ്മൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞല്ലേ, കുഞ്ഞിലെ പോലെ ഇടി അടി അങ്ങനത്തെ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കൂടുതലും ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, അങ്ങനത്തെ ഒരു ഇതാണ്. എന്നിൽ ഇഷ്ടമുള്ള 3 കാര്യം. ഓക്കെ, ഇത് ഗുഡാണോ ബാഡാണോ എന്ന് എനിക്ക് അറിയില്ല. ഐ എം എൻ ഇമോഷണൽ പേഴ്സൺ. ഞാൻ ഇമോഷണലി എന്തെങ്കിലും ഇതിനോട് അറ്റാച്ച്ഡ് ആവുന്നൊരു പേഴ്സണാണ്. സോ ഐ കണക്ട് വിത്ത് പീപ്പിൾ ബെറ്റർ. ലൈക്ക് അവരാരെങ്കിലും എന്നോട് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് ഞാനത് എൻ്റെ പ്രോബ്ലം കൂടിയാണല്ലോ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ലൈഫിലുള്ള ആൾക്കാർ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നൗ പിന്നെ എൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത് ഐ ട്രൈ ടു അവോയ്ഡ് നെഗറ്റിവിറ്റി. കാരണം നെഗറ്റിവിറ്റി ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ കുറേ നമുക്ക് നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഉറപ്പായിട്ടും അതിൻ്റെ ഇടയ്ക്കൊരു ബാഡ് വരും. അപ്പം നമ്മൾ ആ ബാഡിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് ഫുൾ അന്ന് മെസ്ഡപ്പ് ആയിട്ട് നമുക്ക് അത് തന്നെ ആലോചിക്കാനേ ടൈം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ നൗ ഐ ഡോണ്ട് ഫോക്കസ് ഓൺ ദാറ്റ്. നൗ ഐ ഫോക്കസ് ഓൺ ദ ഗുഡ് പാർട്ട്. സോ ഐ ട്രൈ ടു അവോയ്ഡ് ദ നെഗറ്റീവ് സൈഡ്. ഇപ്പോൾ ആൾക്കാർക്ക് ഹേറ്റ് പറയാൻ തോന്നിയാലും ഞാൻ എൻ്റെ നല്ല സൈഡ് മാത്രം ബാക്കിയുള്ളവർക്ക് തോന്നുന്നില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാനതൊന്ന് പോസിറ്റീവ് ആക്കാൻ നോക്കാറുണ്ട്. സോ നൗ ദ തേർഡ് വൺ വുഡ് ബി ഐ എം ഫ്രണ്ട്ലി. ഇപ്പോൾ അഗൈൻ സോ മെനി പീപ്പിൾ മൈറ്റ് തിങ്ക് ഐ എം നോട്ട്, ബിക്കോസ് ഞാൻ കുറച്ചിങ്ങനെ മെസ്സേജസിനൊന്നും അങ്ങനെ റിപ്ലൈ കൊടുക്കുന്ന ഒരാളല്ല. പിന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്ന ഒരാളാണ് ഞാൻ. സോ അങ്ങനെ ഉണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്കൂളിൽ തൊട്ടുള്ള ആൾക്കാരെ ഇപ്പോഴും, അതായത് KG തൊട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പോഴും അവരൊക്കെ അറിയാം. സോ ഞാൻ അങ്ങനെ ഫ്രണ്ട്സിനെ ലൂസ് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരുടെ ഫ്രണ്ട്സൊക്കെ പോകും. നോട്ട് ഗെറ്റിംഗ് ദെയർ. സോ യാ, ഐ തിങ്ക് ദിസ് ഇസ് ദ 10th ക്വസ്റ്റ്യൻ. 10th ആണോ? 10th ആവാനാണ് ചാൻസ്. ആർ യു ഫ്രം കൊച്ചി? ഇത് കുറേ റെപ്പിറ്റേഷൻ വന്നാണ്. ഞാനിപ്പം നേരത്തെ ദുബായ് ക്വസ്റ്റ്യൻ വന്നപ്പോഴും ഞാൻ പറഞ്ഞു യെസ്, ഐ എം ഫ്രം കൊച്ചി, കേരള. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ, യുവർ ഫേവറേറ്റ് നെറ്റ്ഫ്ലിക്സ് സീരീസ്? ഇപ്പോൾ ക്വാറന്റൈനിൽ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. കുറച്ച് നെറ്റ്ഫ്ലിക്സ് സജഷൻസ് തരുമോ, കുറച്ച് നെറ്റ്ഫ്ലിക്സ് തരുമോ, എന്തൊക്കെയാണ് കാണുന്നത്? സോ മൈ ഫേവറേറ്റ്, ആക്ച്വലി ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണുകയാണെങ്കിൽ അതെനിക്ക് ഇഷ്ടമായിക്കണം, അതെൻ്റെ ആ ടൈമിലുള്ള ഒരു ഫേവറേറ്റ് ആയിരിക്കും. ലൈക്ക് നോ ഇറ്റ്സ് ലൈക്ക് ടൈം, ഒരു ടൈം അനുസരിച്ചാണ് നമ്മളുടെ ഫേവറേറ്റ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ലിസ്റ്റ് പറയാം. നിങ്ങളിത് കണ്ടിട്ടുള്ളവരായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മണി ഹേസ്റ്റ്.
Okay, I know everyone has seen this already, but maybe somebody haven't. So, Money Heist, Society എനിക്ക് ഇഷ്ടമായി. ജസ്റ്റ് ഒരൊറ്റ സീസണേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഗുഡ്. ഡാർക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡാർക്കാണ്. എനിക്ക് ആക്ച്വലി ഈ എന്താ പറയുക സീരീസ് കാണാനായിട്ട് ടൈം കിട്ടിയിട്ടില്ല പ്രോപ്പറായിട്ട്. എന്നാലും എനിക്കിഷ്ടമാണ് ഡാർക്ക്. തോന്നുന്നു എനി 3 things that changed your life. Oof. 3 things that changed my life. 1. Moving to UAE. I have always been നാട്ടിലുള്ള കുട്ടി. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് യു എയിലേക്ക് ഞാൻ യു എയിലേക്ക് സെറ്റിൽ ആയപ്പോൾ എൻ്റെ ലൈഫിൽ അതൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ 18 വർഷം അവിടെ നാട്ടിൽ നിന്ന് വളർന്നത്. ഇവിടെ വരാറുണ്ടായിരുന്നു വെക്കേഷനൊക്കെ, പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ മൈൻഡിൽ ഞാൻ ഇവിടെ പഠിക്കും എന്നുള്ളൊരു ഇതില്ല. മേ ബി ജോലിക്കൊക്കെ വരുമെങ്കിലും ഇവിടെ പഠിക്കും എന്നുള്ള എൻ്റെ ഒരു മൈൻഡിലില്ല. അപ്പോൾ അതെൻ്റെ ലൈഫിലൊരു ഭയങ്കര ഒരു ചേഞ്ചാണ്. പെട്ടെന്ന് എന്നെ പറിച്ച് നട്ടതുപോലെയായിരുന്നു. ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേ ഇല്ല. ഇവിടെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഐ ആം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ലൈക്ക് നമുക്ക് പല സ്ഥലത്തു നിന്നും ലൈക്ക് ഓരോരോ പ്ലേസിൽ നിന്ന് ഓരോരോ ഫ്രണ്ട്സിനെ കിട്ടുകയെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. ഞാൻ ആക്ച്വലി ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നതും ഇപ്പോൾ അവരെൻ്റെ വീഡിയോസ് കാണാനൊന്നും ചാൻസ് ഇല്ല, കാരണം ഇറ്റ്സ് ഓൾ ഇൻ മലയാളം. പക്ഷേ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നതും എൻ്റെ ഈ കുറച്ച് ഫ്രണ്ട്സിന് വേണ്ടിയാണ്. ഐ നോ ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓൾ ദിസ്, ബട്ട് ഗൈസ് ഐ ലവ് യു സോ മച്ച് ടു ഓൾ മൈ നോൺ മലയാളി ഫ്രണ്ട്സ്. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇനി 3 കൂടെ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഓക്കെ ദിസ് മൈറ്റ് സീം സില്ലി ടു യു, ബട്ട് ടിക്ടോക്ക്. സംഭവം എന്താണെന്ന് വെച്ചാൽ ടിക്ടോക്ക് ഞാനൊരു ഫണ്ണിന് വേണ്ടി ലൈക്ക് വെറുതെ ലിപ്സിങ്ക് ഫണ്ണെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷേ അതിലെനിക്ക് ഒരു വളരെ ഒരു ഡിഫറെൻറ്റ് ലെവലിലൊരു ആൾക്കാരെ ഞാൻ നോട്ടീസ് ചെയ്യാനും ലൈക്ക് എൻ്റെ കഴിവ് അറിയാനും ആൾക്കാർ തുടങ്ങി. ഞാൻ പറയുന്നത് അതിലുള്ളൊരു ഫോളോവേഴ്സിൻ്റെ റേറ്റ് വെച്ചിട്ടോ ഫോളോവേഴ്സിൻ്റെ നമ്പർ വെച്ചിട്ടോ അല്ല ഞാൻ പറയുന്നത്, ബട്ട് ഞാൻ ഒരുപാട് വളർന്നിട്ടുണ്ട്. ലൈക്ക് എൻ്റെ ഇനിഷ്യലി ഞാൻ ഓരോരോ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കൊള്ളാവോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ടോക്ക് ഹാസ് പ്ലേഡ് എ മേജർ റോൾ ഇൻ മേക്കിംഗ് മീ മോർ കോൺഫിഡൻറ്റ്. എൻ്റെ കോൺഫിഡൻസ് ഓരോ വർഷം തോറും അത് വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി ദാറ്റ് പ്ലാറ്റ്ഫോം ഹാസ് ഗിവൻ മീ സംതിങ്. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഐ സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ. തേർഡ് വൺ വുഡ് ബി ഈച്ച് ആൻഡ് എവറി എക്സ്പീരിയൻസ്. എൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഓരോ എക്സ്പീരിയൻസസ്, വെദർ ഇറ്റ്സ് സംതിങ് വെരി സ്മോൾ ഓർ വെദർ ഇറ്റ്സ് സംതിങ് വെരി ബിഗ്, ആ ഒരു ഇമ്പാക്റ്റ് ഉള്ളതുകൊണ്ടും അതിൽ നിന്ന് പഠിച്ച ഓരോരോ ലെസൺസ് കൊണ്ടും ഓരോ സമയത്തും നമ്മളുടെ ആ ഫേസ്, നമ്മളുടെ ആ ഒരു ലൈഫ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസസ് അത് തന്നെയാണ് നമ്മളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുന്ന കാരണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ഇസ് 13th question I think. Give me tips on YouTube video making. Okay, അപ്പോൾ ഐ നോ വൺ ടു ഗിവ് ദിസ് ആൻസർ. ലൈക്ക് എനിക്ക് ഇതിൻ്റെ ഒരു ആൻസർ പറയാനുള്ള യോഗ്യത ഇല്ല, കാരണം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, 1 month ആയിട്ടുള്ളൂ. എൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രാജുവൽ ഗ്രോത്ത് ആണ്. ലൈക്ക് വെനെവർ ഐ പോസ്റ്റ് വീഡിയോസ് പീപ്പിൾ കാണുന്നുണ്ട്, എന്നെ ഇഷ്ടമുള്ള കുറേ പേര് ഇത് വന്ന് കാണുന്നുണ്ട്. അതല്ലാണ്ട് പെട്ടെന്ന് ഇട്ട ഉടനെ ഇങ്ങനെ ഹൈലൈറ്റ് എന്ന അങ്ങനെയൊന്നുമില്ല. സോ യൂട്യൂബിൽ മെയിനായിട്ട് വേണ്ടത് കൺസിസ്റ്റൻസി. ഐ തിങ്ക് ലക്കും അതൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ഒരു ടൈം അനുസരിച്ചിരിക്കും. ഇപ്പോൾ പറയാൻ പറ്റില്ല, കുറച്ചാൾ കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് വീഡിയോക്ക് ഇത്രയും വ്യൂസ് പോലും കിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനേലും കൂടുതൽ വ്യൂസ് കിട്ടും. ദാറ്റ് ഡിപ്പെൻഡ്സ്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ബി കൺസിസ്റ്റൻറ്റ് ആൻഡ് ബി പാഷനറ്റ്. എന്ത് ചെയ്താലും നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് അതിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഹാപ്പി ആണെങ്കിൽ മറ്റുള്ളവർ കണ്ടോളും, അതങ്ങ് പയ്യെ കണ്ടോളും. 13 കഴിഞ്ഞ 14th question. What is your practical career and dream career? ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ കരിയർ എന്ന് പറയുകയാണെങ്കിൽ ഐ എം ആൻ ആർക്കിടെക്ചർ സ്റ്റുഡൻറ്റ്. ഐ എം എ 4th year സ്റ്റുഡൻറ്റ്. ഇനി 1 വർഷം കൂടി കഴിഞ്ഞാൽ ഐ വിൽ ബി എ പാസ് ഔട്ട്. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ഐ വുഡ് വോണ്ട് ജോബ് ഇൻ ആർക്കിടെക്ചർ ഫീൽഡ്. അപ്പോൾ ഒരു ആർക്കിടെക്റ്റ് ആവണം എന്നാണ് എൻ്റെ ഒരു പ്രാക്ടിക്കൽ കരിയർ. അതാണല്ലോ ഞാൻ പഠിച്ചത്. സോ പ്രാക്ടിക്കലി ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു ഗെറ്റ്. Now my dream career would be എനിക്കൊരു ബിസിനസ് വുമൺ ആവണം എന്നാണ് ആഗ്രഹം. ലൈക്ക് someday I would want to run my own business, whether it's in the field of architecture or whether it's in the field of something creative or anything. എന്തായാലും എനിക്കൊരു
ബിസിനസ് വുമൺ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ട് എനിക്കത് മനസ്സിലാവില്ല, കാരണം ഇറ്റ്സ് ഇൻ മൈ ഹെഡ്. സോ യു നോ ഐ സീ മൈസെൽഫ് ദെയർ. അങ്ങനെ ഒരു ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ, ഹൂ ഹെൽപ്സ് യു സെലക്ട് യുവർ കോസ്റ്റ്യൂംസ്? ഓക്കെ, അപ്പോൾ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്, നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആർ കംഫർട്ട് സോൺ. നമുക്ക് എന്താണോ കംഫർട്ടബിൾ അത് നമുക്ക് ഇഷ്ടമാവുള്ളൂ. വേറെ ആരെടുത്ത് വന്നാലും നമുക്കത് കംപ്ലീറ്റ്ലി ഓക്കെ ആവണമെന്നില്ല. സോ ഐ ചൂസ് മൈ ഓൺ ഔട്ട്ഫിറ്റ്സ്. ഞാൻ തന്നെയാണ് ഷോപ്പിംഗ് പോയി വാങ്ങുന്നത്. ബെസ്റ്റ് തിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ്? ബെസ്റ്റ് തിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് ഇസ് മൈ ഫാമിലി. Each and everyone in my family has been a big support. അപ്പം I'm privileged. അത്ര പറയാനുള്ളൂ. I'm not going to talk more about it. So yeah, family. What are my future plans? Sad. Future plans. Again, this comes back to the other question. പ്രാക്ടിക്കൽ കരിയർ. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഓബ്വിയസ്ലി ഞാൻ ആർക്കിടെക്ചർ പഠിച്ചൊരു കുട്ടിയായതുകൊണ്ട് ആർക്കിടെക്ചർ ഫീൽഡിൽ ഒരു ലെവൽ എത്തണം എന്നാണ്. ആൻഡ് സെക്കൻഡ്ലി നേരത്തെ പറഞ്ഞില്ലേ, ബിസിനസ് വുമൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് തിങ് അബൌട്ട് ലിവിങ് ഇൻ UAE? ഫേവറേറ്റ് തിങ് അബൌട്ട് UAE ഇസ് ദാറ്റ് UAE പറ്റി പറയുകയാണെങ്കിൽ UAE ഡസൻറ്റ് മേക്ക് യു ഫീൽ ലൈക്ക് യു ആർ എൻ ഏലിയൻ. UAE ട്രീറ്റ്സ് യു ലൈക്ക് യുനോ നമ്മൾ വീട്ടിലാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ട്. ഇവിടെ മൊത്തം മലയാളീസാണ്. പിന്നെ ഇവിടെ മൊത്തം നമുക്ക് എന്താ പറയുക, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുമാണ്. പിന്നെ UAE പറ്റി പറയുകയാണെങ്കിൽ UAE ഈസ് വെരി സെക്യൂർ. 19th ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മളുടെ സെഷൻ തീരാറായി. എനിക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഐ ആം സോ സോറി. Oh my god. Most embarrassing moment in your life? ഇതില്ലേ, എനിക്ക് എംബാരസിംഗ് എന്ന് പറയുമ്പോൾ കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. ഒബ്വിയസ്ലി നമ്മുടെ ലൈഫിൽ ഇത്രയും നാളിൽ എംബാരസിംഗ് മൊമെൻറ്റ്സ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ബട്ട് ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു എന്ന് വിചാരിക്കുന്നതാണ്. പിന്നെ ഒരു കുഞ്ഞു ബോഡി, ദിസ് ഈസ് വെരി ഗ്രോസ്. ഇപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കേണ്ടതാണെങ്കിൽ ഇവിടെ 2 ടാപ്പ് ചെയ്തോട്ടോ. ലൈക്ക് 10 സെക്കൻഡ്സ് അങ്ങോട്ട് സ്കിപ്പ് ആക്കിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, അപ്പം നമ്മുടെ ഇതൊരു കുഞ്ഞു സ്റ്റോറിയാണ്. 11th ഗ്രേഡിൽ നമ്മൾ ട്രിപ്പ് പോയി. ഓക്കെ, എൻ്റെ സ്കൂളിൽ നിന്ന്, എൻ്റെ 3rd സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയപ്പോൾ മൂന്നാറാണ് ട്രിപ്പ് പോയത്. യെസ്, രാത്രിയാണ് ടൈം. തിരിച്ചു വരുന്ന വഴിയാട്ടോ. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പോൾ എനിക്ക് രാത്രി ആയപ്പോൾ ഭയങ്കരമായിട്ടും വോമിറ്റ് ചെയ്യാൻ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ബസ്സിലല്ലേ, ബസ്സിൽ ഫുൾ ആൾക്കാരല്ലേ, അപ്പോൾ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുതല്ലോ. നമ്മൾ വണ്ടിയൊക്കെ നിർത്തി. പിന്നെ മൂന്നാറിനൊക്കെ അറിയാലോ, ഇങ്ങനെ വരുന്ന വഴി ഫുൾ ഇങ്ങനെ പോകുന്ന റോഡ്സാണ്. ലൈക്ക് ഒന്ന് വണ്ടി നിർത്താനുള്ളൊരു ഗ്യാപ്പില്ല. പക്ഷേ ഐ റിയലി വാണ്ടഡ് ടു വോമിറ്റ്. അപ്പോൾ ഐ ടോൾഡ് ഐ വാണ്ട് ടു ഫ്യൂം. സോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല, പ്ലാസ്റ്റിക്, നമ്മുടെ ബേസിക് പ്ലാസ്റ്റിക് കവറിൽ ഛർദ്ദിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലാസ്റ്റിക് കവറിൽ കാര്യം സാധിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നത് കളയണമല്ലോ, പുറത്ത് കളയണമല്ലോ. പക്ഷേ ദാറ്റ്സ് നോ വേ ദ ബസ് ഇസ് ഗോയിങ് ടു സ്റ്റോപ്പ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കൺക്ലൂഷനിൽ വന്നു, പുറത്തേക്ക് ഇടാം. ഡെഫിനറ്റ്ലി അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. മൈ ഗോഡ്, ദിസ് ഇസ് സോ എംബാരസിങ്. അങ്ങനെ ഞാൻ ഈ സംഭവം പുറത്തേക്ക് എടുത്തിട്ടു. ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, വീണത് ഒരു ബൈക്കിൻ്റെ മുഖത്തേക്ക്. അത് ആക്ച്വലി ഐ നോ ദിസ് ഇസ് വെരി ഡേഞ്ചറസ് ഗൈസ്. പ്ലീസ് ഈ സ്റ്റണ്ട് നിങ്ങൾ റിയൽ ലൈഫിൽ ചെയ്യരുത്. ഇറ്റ്സ് എംബാരസിംഗ് എന്ന് മാത്രമല്ല, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. എന്നിട്ട് ഈ വണ്ടിയിൽ ആളുടെ മേത്ത് വീട് കഴിഞ്ഞാൽ പിന്നെ പറയട്ടല്ലോ, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്താ സംഭവിക്കാതെ. ഈ ബസ്സിൻ്റെ പുറകെ വന്നു. ലാസ്റ്റ് എൻ്റെ മാം പുറത്തിറങ്ങി. പ്രിൻസിപ്പൾ ഉണ്ടോ നമ്മുടെ കൂടെ? അല്ല, പ്രിൻസിപ്പൾ അല്ലേ, ഇവർക്ക് കാശ് കൊടുത്ത് ഒഴിവാക്കേണ്ടി വന്നത്. എൻ്റെ ദൈവമേ, പടിപ്പാളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. ആരും കണ്ട ഞാൻ അപ്പം ഞാനൊന്ന് വാനിഷ് ആയെങ്കിലും എന്ന് വിചാരിച്ചിരിക്കാം. ഇൻവിസിബിൾ ആയിരുന്നു, ഇങ്ങോട്ടിങ്ങനെ പോയി കളഞ്ഞാലോ എന്ന് വിചാരിച്ചിരിക്കാം. പക്ഷേ എന്നോട് അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ല. ബിക്കോസ് ലൈക്ക് എന്നെ കളിയാക്കിയോ എന്നെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. എവ്രി വൺ വാസ് ലൈക്ക് സാരില്ല, സുഖമില്ലാത്തതുകൊണ്ടല്ലായിരുന്നു, അത് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടിങ് ആയിരുന്നു. ബട്ട് ഐ വാസ് ലൈക്ക് ആ സമയത്ത് അങ്ങ് ആവിയായി പോയിരുന്നെങ്കിൽ അത്രയും ബെറ്റർ എന്ന് പറഞ്ഞു ഞാൻ. അയ്യോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20th question. Can you sing one Tamil or Malayalam or Telugu song? അയ്യോ, എൻ്റെ ഈ സൗണ്ട് കേട്ടിട്ട് യു ഗൈസ് റിയലി തോട്ട് ഐ ക്യാൻ സിംഗ്.
അത് നന്നായി. പക്ഷേ ഓക്കെ, എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് പാടണോ? അയ്യോ, ഒരു 2 വരി പാടാട്ടോ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്തു കഴിഞ്ഞ് ആറ്റക്കിളി കൂവും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. അയ്യോ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ സെഷൻ തീർന്നിരിക്കുകയാണ്. 20 ക്വസ്റ്റ്യൻസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പം നിങ്ങൾ കുറച്ച് പേര് അയച്ച മെസ്സേജസ് ഇഗ്നോർ ആക്കിയെന്ന് വിചാരിക്കരുത്. എനിക്ക് കുറച്ച് ഹൗ ആർ യു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഐ എം ഫൈൻ, ഐ എം ഡൂയിങ് ഗ്രേറ്റ്, ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ് ടു. പിന്നെ എനിക്ക് കുറേ സജഷൻസ് വന്നു, അതെനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാ സജഷൻസും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പയ്യെ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് യൂട്യൂബിലെ വീഡിയോസ്. സജഷനിൽ നിങ്ങൾ തന്ന കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ഇനി വരുന്ന വീഡിയോസിൽ ഇൻക്ലൂഡ് ആക്കാൻ നോക്കാം കേട്ടോ. ഐ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ഇഷ്ടമായെങ്കിൽ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളുടെ ഫേവറേറ്റ് കാര്യം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ ഫേവറേറ്റ് കാര്യമാണ്, നിങ്ങളുടെ ഫേവറേറ്റ് കാര്യം അല്ലായിരിക്കും. പക്ഷേ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ടേൺ ഓൺ ദ ബെൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നും കൂടി പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വേഗം തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഐ തിങ്ക് ദിസ് വിൽ ബി എ ക്വൈറ്റ് ലെങ്തി വൺ, സോ ഞാൻ കൂടുതൽ പറയുന്നില്ല.